Hello friends, welcome to Resolute Academy. I am back with yet another video for the puzzles. Okay, puzzles and seating arrangement. Before this, we have watched I have discussed two videos in which we have discussed four puzzles, and I hope you understood the basic concept. In the video, അടുത്ത രണ്ട് puzzles ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. So without wasting any time, I'll go ahead and start with the puzzles. Please make sure ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുകയാണെങ്കിൽ ഇതിനു മുമ്പത്തെ രണ്ട് വീഡിയോ കണ്ടിട്ട് വരിക, so that ഞാൻ ബേസിക്സ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. If you are not a fresher, okay, നിങ്ങൾ ഇതിനൊക്കെ puzzles ചെയ്തിട്ടുണ്ടെങ്കിൽ you can directly watch this video, no problem with that. So let's go ahead and start with the video. So let's see. So എപ്പോഴത്തെ പോലെ ആദ്യം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആ പസിൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. Just read the question, okay, and then we will see. So ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, 4 ഇന്ത്യൻസ് ഉണ്ട്, നേഥൻ, ബിൽ, ജേസൺ ആൻഡ് രാഹുൽ. അപ്പൊ ഇന്ത്യൻസ് ആരൊക്കെയുള്ള? ഇന്ത്യൻസ് എന്ന് പറയുന്നത് നേഥൻ, പിന്നെ ഞാൻ ഇതിന്റെ തിക്നെസ് ഒന്ന് കുറച്ചിട്ട്, ഓക്കെ, നേഥൻ, പിന്നെ ബിൽ, ജേസൺ ആൻഡ് രാഹുൽ. ഈ 4 ഇന്ത്യൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ 4 ഓസ്ട്രേലിയൻസ് ഉണ്ട്, ആരിഫ്, ടസ്കിൻ, മൈക്കൽ ആൻഡ് സച്ചിൻ. ഓസ്ട്രേലിയൻസ് ആരൊക്കെയാണ്? ആരിഫ്, ടസ്കിൻ, മൈക്കൽ ആൻഡ് സച്ചിൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ. അടുത്ത പറയുന്നത് 2 Indians and 2 Australians are facing the center of the table while the rest 4 persons have their backs towards the center. മൊത്തം 8 പേരുണ്ട്. അതിൽ 2 ഇന്ത്യൻസ് സെന്റർ ഫേസിംഗ് ആണ്, അതേപോലെ 2 ഓസ്ട്രേലിയൻസ് എന്താണ് സെന്റർ ഫേസിംഗ്. ഈ നോർത്ത് ഫേസിംഗ് ഞാൻ വരച്ചിരിക്കുന്നത് സെന്റർ ഫേസിംഗ് ഉദ്ദേശിച്ചാണ്. സൗത്ത് ഫേസിംഗ് വരയ്ക്കുമ്പോൾ ഔട്ട് സൈഡ് ഫേസിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ജേസൺ is sitting at the second position to the left of മൈക്കൽ. മൈക്കലിന്റെ സെക്കൻഡ് പൊസിഷൻ ടു ദ ലെഫ്റ്റ് ആണ് ജേസൺ. സോ നമുക്ക് 8 പേരുണ്ടെന്ന് അറിയാം. ഓക്കെ, 8 പേരുണ്ട്. കുറച്ച് പേര് ഇൻസൈഡ് ആണ്, കുറച്ച് പേര് ഔട്ട് സൈഡ് ആണ്. സോ ഇതേപോലത്തെ കേസിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്കലിന്റെ സെക്കൻഡ് ടു ദ റൈറ്റ് ആണ്, ലെഫ്റ്റ് ആണ് ജേസൺ ഇരിക്കുന്നത്. അപ്പൊ മൈക്കൽ ഇൻസൈഡും ആവാം, മൈക്കൽ ഔട്ട് സൈഡും ആവാം. സോ അൺനെസറിലി 2 പൊസിഷൻസ് ഉണ്ടാവും. സോ ഇനിഷ്യൽസ് ലെവലിൽ ആ അറേഞ്ച്മെന്റ്, ആ ഒരു സിറ്റുവേഷൻ വരയ്ക്കാതെ നോട്ടായിട്ട് എഴുതുക. നമുക്ക് ഏതെങ്കിലും ഒരാൾ സെന്റർ ഓഫ് ഫേസിംഗ്, ഔട്ട് സൈഡ് ഫേസിംഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ആൻസർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോ ജേസൺ is sitting second to the left of മൈക്കൽ. സോ മൈക്കൽ, ഞാനിത് വരയ്ക്കുന്നത് എപ്പോഴും ഇൻസൈഡിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് വരയ്ക്കും. പിന്നെ സിറ്റുവേഷനിൽ ഔട്ട് സൈഡ് ആണെങ്കിൽ അതനുസരിച്ച് ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ മൈക്കൽ ഇവിടെയാണ്. അതിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്താണ്? ജേസൺ ആണ്. ഓക്കെ, സോ നോർമൽ സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഒരു ലൈൻ തന്നെയാണല്ലോ ഈ സർക്കിൾ ആവുന്നത്, അതനുസരിച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അടുത്ത് ആരിഫ് is sitting at the third position to the left of ടസ്കിൻ. ഇവിടെ അത് തന്നെയാണ്. ടസ്കിൻ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ നമുക്ക്, സോറി, ഇൻസൈഡ് ഫേസിംഗ് ആണോ ഔട്ട് സൈഡ് ഫേസിംഗ് ആണോ അറിയില്ല. ആരിഫ് എന്താണ്? ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ്. ഓക്കെ, സോ അത് നമ്മൾ നോട്ട് ആയിട്ട് എഴുതും. ടസ്കിൻ, അതിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആരിഫ്, തേർഡ് ടു ദ ലെഫ്റ്റ് ആരിഫ്. ഇത് ഇൻസൈഡ് ഫേസിംഗ് ആണെങ്കിൽ തേർഡ് ടു ദ ലെഫ്റ്റ്, അല്ലെങ്കിൽ ഔട്ട് സൈഡ് ആവുമ്പോൾ തേർഡ് ടു ദ ലെഫ്റ്റ് അപ്പുറത്താവും. ഓക്കെ, എന്ന് വെച്ചാൽ വിൽ ഡു ഇറ്റ് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, വിൽ സി. അടുത്ത നേഥൻ sits third. നേഥൻ is the third person to the right of രാഹുൽ who is facing the center. നോക്കി, ഇവിടെ നമുക്ക് രാഹുൽ സെന്റർ ഫേസിംഗ് ആണെന്ന് പറഞ്ഞു, ഒരു ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആണ്. എന്നിട്ട് നേഥൻ എന്താണ്? അയാളുടെ തേർഡ് ടു ദ റൈറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ. സോ നമുക്ക് രാഹുലിനെ വരയ്ക്കാം. രാഹുൽ ഇവിടെ വെച്ചല്ല, രാഹുൽ എന്താണ്? ഇവിടെയാണ്. ആൻഡ് രാഹുലിന്റെ തേർഡ് ടു ദ റൈറ്റ് ആണ്. നമ്മൾ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ഫേസിംഗിൽ ആന്റി ക്ലോക്ക് വൈസ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവിടെ ആയിരിക്കും എന്ത് പറയുന്നത്? നേഥൻ. രാഹുൽ നമുക്ക് ഏത് ടീമിലാണ്? രാഹുൽ നമുക്ക് അറിയാന്നുള്ളത് ഇന്ത്യൻ ടീമാണ്. ഓക്കെ, അതുകൂടെ വരച്ച് പോവുക. രാഹുൽ ഇന്ത്യൻ ടീമാണ്. നേഥൻ എന്താണ്? നേഥനും ഇന്ത്യൻ ടീം തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ പറയുന്നത്, ബിൽ ആൻഡ് സച്ചിൻ ആർ സിറ്റിംഗ് അറ്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പൊസിഷൻ ആൻഡ് ഫേസിംഗ് ഈച്ച് അതർ. അപ്പൊ ബില്ലും സച്ചിനും എന്താണ്? ഓപ്പോസിറ്റ് ആണ് സിറ്റിംഗ് ഇരിക്കുന്നത്. ഓക്കെ, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. എന്നിട്ട് അവർ ഫേസ് ഈച്ച് അതർ ചെയ്യാണ്. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടുപേരും ഉള്ളിലോട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബില്ല് സച്ചിന് വരാനുള്ള സാധ്യത ഇപ്പൊ എവിടെയാണെന്ന് നോക്കാം. ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഇവിടെ രാഹുൽ ഉണ്ട്, അപ്പൊ ബില്ല് സച്ചിന് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. ഇവിടെ നേഥൻ ഉണ്ട്, ഇവിടെയും ബില്ല് സച്ചിന് വയ്ക്കാൻ പറ്റില്ല. ഇവിടെ ബില്ല് സച്ചിന് വയ്ക്കാം, അതല്ലെങ്കിൽ ബില്ല് സച്ചിന് ഇവിടെയും വയ്ക്കാം. സോ 2 കേസ് ഉണ്ട് ബിൽ സച്ചിന് വയ്ക്കാൻ. സോ ബിൽ ആൻഡ് സച്ചിൻ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ and they're facing each other. Okay, so
ഒന്ന് ഇവിടെ വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. നമുക്ക് നോക്കാം. നൺ ഓഫ് ദം ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു രാഹുൽ ഓർ ആരിഫ്. അപ്പൊ ബില്ലും സച്ചിനും എന്താണ് രാഹുലിന്റെയും ആരിഫിന്റെ അടുത്തിരിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ ഇവിടെ ഉണ്ട്, അപ്പൊ ഇവിടെ എന്ത് വരില്ല, ബിൽ ഇവിടെ വരില്ല, എന്നിട്ട് അതേപോലെ സച്ചിനും ഇവിടെ വരില്ല ആണല്ലോ. അതുപോലെ തന്നെ ബില്ല് ഇവിടെയും വരില്ല ആൻഡ് സച്ചിനും ഇവിടെ വരില്ല. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഒരു പോസിബിലിറ്റി നോക്കിയായിരുന്നു, ബില്ലും സച്ചിൻ ഇങ്ങനെ വരാനുള്ള കേസ് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ബില്ലും സച്ചിനും വരാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു വെക്കാൻ പറ്റില്ല. സോ ആ കൂടി നമുക്ക് ബില്ലും സച്ചിനും വെക്കാൻ പറ്റുന്ന എവിടെയാണ്? ഒബ്വിയസ്ലി ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബിൽ ഓർ സച്ചിൻ രണ്ടിൽ ആരോ വേണോ വരാം. ഓക്കെ, രണ്ടും ഇൻസൈഡ് ഫേസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ബിൽ ഓർ സച്ചിൻ, കാരണം അവർ ഫേസിംഗ് ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ബിൽ ആൻഡ് സച്ചിൻ ആർ സിറ്റിംഗ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആൻഡ് ഫേസിംഗ് ഈച്ച് അതർ. സോ അവർ രണ്ടുപേരും ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മളിപ്പോഴായിട്ട് പറഞ്ഞെന്താണ്, നൺ ഓഫ് ദം ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു രാഹുൽ ഓർ ആരിഫ്. സോ ഇവിടെ നോക്ക്, രാഹുലിന്റെ അടുത്ത് ബില്ലും സച്ചിനും വരില്ല. ബില്ലും സച്ചിനും ഇവിടെ വരാം, അല്ലെങ്കിൽ ബില്ലും സച്ചിനും ഇവിടെ വരാം. എന്തായാലും ബില്ലും സച്ചിന്റെ അടുത്ത് എന്ത് വരില്ല, ആരിഫ് വരില്ല. സോ ബില്ലും സച്ചിന്റെ അടുത്ത് ആരിഫ് വരില്ല എന്ന് വെച്ചാൽ ഈ കേസിൽ ഇവിടെ ആരിഫ് വരില്ല. യെസ്, അതുപോലെ ഇവിടെ ബില്ലും സച്ചിൻ ഇരിക്കുന്നുണ്ട്, ഇപ്പർ സൈഡിലും ആരിഫ് വരില്ല, ഇപ്പർ സൈഡിലും ആരിഫ് വരില്ല. അതുപോലെ തന്നെ ബില്ലും സച്ചിൻ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ ആരിഫ് വരില്ല. അപ്പർ സൈഡിൽ ഓൾറെഡി നേഥൻ ഉണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബില്ലും സച്ചിനും രാഹുലിന്റെയും ആരിഫിന്റെ അടുത്ത് ഇരിക്കില്ല. രാഹുൽ ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ട് സൈഡിലും ബില്ലും സച്ചിൻ ഇല്ല. ഇനി ബില്ലും സച്ചിൻ ഒന്ന് ഇവിടെ അല്ലെങ്കിൽ ബിൽ സച്ചിൻ അവിടെ. ഓക്കെ, ഇവിടെ ബില്ലായിരിക്കാം, അവിടെ സച്ചിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ സച്ചിൻ ബില്ലായിരിക്കാം, ഇവിടെ സച്ചിൻ ആയിരിക്കാം. എന്ത് കേസ് ആയാലും ആരിഫ് അവർ രണ്ടുപേരും അടുത്ത് വരില്ല. അപ്പോൾ ബില്ല് വന്നാലും ആരിഫ് രണ്ട് സൈഡിലും വരില്ല, സച്ചിൻ വന്നാലും അവിടെ അടുത്ത് ആരിഫ് വരില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അപ്പോൾ ആരിഫിനുള്ള സ്ഥലം ഏതാണ് ആകെ കൂടിയുള്ള? ഒന്ന് ആലോചിച്ച് നോക്ക്. ആരിഫ് ഇവിടെ ഇല്ല. നമുക്ക് ഇവിടെ ഞാനിപ്പോൾ കളർ മാറ്റി കാണിച്ചു തരാം. ഈ പൊസിഷനിൽ എന്തായാലും ബിൽ അല്ലെങ്കിൽ സച്ചിനേ വരുള്ളൂ. അതുപോലെ ഈ പൊസിഷനും ബിൽ അല്ലെങ്കിൽ സച്ചിൻ. ഇവിടെ നേഥൻ ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ രാഹുൽ ഓക്കുപ്പൈഡ് ആണ്. നമുക്ക് ആരിഫ് ഇവിടെ ഇല്ല, ആരിഫ് ഇവിടെ ഇല്ല, ആരിഫ് ഇവിടെ ഇല്ല. പിന്നെ ഇനി ഉള്ള സ്ഥലം ഏതാണ്? ആരിഫിന് ഇത് മാത്രമല്ലേ ഉള്ളൂ. സോ ആരിഫ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ആരിഫ് ഇവിടെ മാത്രമേ വരുള്ളൂ. ഓക്കെ, ആൻഡ് ആരിഫിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിഫ്. ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിഫ്. Now ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ടസ്കിൻ ഇൻസൈഡ് ഫേസിംഗും ആവാം, ടസ്കിൻ ഔട്ട്സൈഡ് ഫേസിംഗും ആവാം. സോ നമുക്ക് നോക്കാം. ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിഫ്. Now see, ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആരിഫ് ആവാൻ രണ്ട് സാധ്യതയുണ്ട്. ടസ്കിൻ എവിടെ വയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ടസ്കിൻ ഇവിടെ വെച്ചെന്ന് വിചാരിച്ചോ, ടസ്കിൻ ഇവിടെ വെച്ചു ആൻഡ് ടസ്കിൻ ഔട്ട്സൈഡ് വെച്ച് കഴിഞ്ഞാൽ, ഇൻസൈഡ് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ടു ദ റൈറ്റ് ആയി പോകും. ടസ്കിൻ ഔട്ട്സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആരിഫ് ഇൻ തേർഡ് ടു ദ ലെഫ്റ്റ് ആവാം. ഇനി വേറൊരു സാധ്യത എന്ന് വെച്ചാൽ ടസ്കിൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ടസ്കിനെ ഇൻസൈഡ് ആക്കി കഴിഞ്ഞാൽ തേർഡ് ടു ദ ലെഫ്റ്റ് ഇത് ആരിഫ് ആവാം. സോ ബേസിക്കലി ടസ്കിൻ രണ്ട് സ്ഥലത്തും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ടസ്കിനും ആരിഫിന്റെ കാര്യം നോക്കാം. ഓക്കെ, അടുത്ത നോ 3 ഓസ്ട്രേലിയൻസ് ആർ സിറ്റിംഗ് നെക്സ്റ്റ് ടുഗദർ. 3 ഓസ്ട്രേലിയൻസ് ഒത്തു വരില്ല. 3 ഓസ്ട്രേലിയൻസ് എന്ത് ചെയ്യില്ല, ഒത്ത് വരില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ. ആരിഫ് എന്താണ് നമുക്ക് അറിയാന്നുള്ളത്? ആരിഫ് ഓസ്ട്രേലിയൻ ആണ്. ആരിഫ് ഓസ്ട്രേലിയൻ ആണ്. ഓക്കെ, നേഥൻ ഇന്ത്യൻ ആണ്, രാഹുൽ ഇന്ത്യൻ ആണ്. ഓക്കെ, മൈക്കൽ ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു രാഹുൽ. രാഹുലിന്റെ അടുത്ത് ആരില്ല, മൈക്കൽ ഇല്ല. സോ ഇവിടെ മൈക്കലും വരില്ല. മൈക്കൽ ഇവിടെ വരില്ല, അതുപോലെ മൈക്കൽ ഇവിടെ വരില്ല. അപ്പൊ നിങ്ങൾ എന്നാ പറഞ്ഞ മൈക്കൽ എവിടെ വരും? ആ കൂടി മൈക്കലിനുള്ള സ്ഥലം ഏതാണ്? മൈക്കൽ ഇവിടെ ഇല്ല, മൈക്കൽ ഇവിടെ ഇല്ല. ബാക്കിയുള്ള പൊസിഷൻസ് നമുക്ക് ആരിഫ് ഒക്കുപ്പൈഡ് ആണ്, നേഥൻ ഒക്കുപ്പൈഡ് ആണ്. ഇവിടെ ബിൽ അല്ലെങ്കിൽ സച്ചിന്, ഇവിടെ രാഹുൽ, ഇവിടെ ബിൽ അല്ലെങ്കിൽ സച്ചിന്. മൈക്കൽ രണ്ടിടത്തും ഇല്ല. സോ മൈക്കലിന് ആ കൂടിയുള്ള സ്ഥലം ഇതല്ലേ ഉള്ളൂ. യെസ്, സോ ദിസ് വുഡ് ബി മൈക്കൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ മൈക്കൽ എഴുതി ആണല്ലോ. മൈക്കൽ ഇവിടെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. ദിസ് ഇസ് മൈക്കൽ. യാ, ഇനി മൈക്കലിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ട്. മൈക്കൽ എന്താണ്? മൈക്കലിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ജേസൺ. മൈക്കലിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ജേസൺ. ഒന്ന് ആലോചിച്ച് നോക്കാം. മൈക്കൽ ഇൻസൈഡ് ആണെങ്കിൽ വെച്ചോ, ഇൻസൈഡ് ആണെങ്കിൽ അയാളുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകും? ഇൻസൈഡിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് എന്തായിരിക്കും? യാ ടെൽ മീ. ഇൻസൈഡ് ആയിരിക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് റൈറ്റും, ക്ലോക്ക് വൈസ് എന്തായിരിക്കും? ലെഫ്റ്റും. സോ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ വരണം ജേസൺ. പക്ഷെ അവിടെ ഓൾറെഡി നേഥൻ ഉണ്ട്. അപ്പോൾ മൈക്കലിനെ നമുക്ക് എങ്ങോട്ട് വെക്കേണ്ടി വരും? മൈക്കൽ ഇൻസൈഡ് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, മൈക്കൽ ഔട്ട്സൈഡ് ആവും. അതിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ എന്ത് വരും? ജേസൺ വരും. യെസ്. നേരത്തെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, ടസ്കിൻ എവിടെ വെക്കണമെന്ന്. എന്നിട്ട് ടസ്കിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിഫ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ഇനി ടസ്കിൻ ആ കൂടി ഇവിടെയല്ലേ വെക്കാനുള്ളൂ, വേറൊരു സ്ഥലം ഇല്ലല്ലോ. ഓക്കെ, സോ പേഷ്യൻസ് ഉണ്ടായിരുന്നാൽ എല്ലാം കിട്ടും. ടസ്കിൻ ഇവിടെ ഉണ്ട്. നേരത്തെ രണ്ട് പോസിബിലിറ്റി ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ ആ പോസിബിലിറ്റി അപ്പോഴെടുക്കാതെ ഇപ്പം ബാക്കിയുള്ള വരച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു.
ഇനി ടസ്കിൻ ഇൻസൈഡ് ആവോ ഔട്ട്സൈഡ് ആവോ? ടസ്കിൻ ഇൻസൈഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് തേർഡ് ടു ലെഫ്റ്റ് ആണോ? ഇല്ലല്ലോ, തേർഡ് ടു റൈറ്റ് ആണ്. അപ്പോൾ ടസ്കിൻ എങ്ങോട്ട് വെക്കണം? ടസ്കിൻ ഔട്ട്സൈഡിലോട്ട് വെക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? സോ ടസ്കിൻ ഔട്ട്സൈഡ് ആയി, തേർഡ് ടു ദ റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ്. നൗ ലെറ്റ്സ് സീ. യാ, നമുക്കിനി അറിയേണ്ടത് ബാക്കിയുള്ള ഇതിൽ ഓസ്ട്രേലിയൻസ് ആര് ഇന്ത്യൻസ് ആര്? മൈക്കൽ എന്താണ്? മൈക്കൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ആണ്. മൈക്കൽ ഓസ്ട്രേലിയൻ ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് മാറ്റിക്കളയാം. ജേസൺ. ജേസൺ നമുക്ക് എന്താണുള്ളത്? ജേസൺ ഇന്ത്യൻ ആണ്. യാ, നമ്മളൊരു കാര്യം നേരത്തെ പഠിച്ചില്ലേ, 3 ഓസ്ട്രേലിയൻസ് ഒത്തിരിക്കില്ല എന്ന്. നോ 3 ഓസ്ട്രേലിയൻസ് സിറ്റ് ടുഗെദർ. അപ്പോൾ ഒന്ന് നോക്ക്, നമുക്ക് ആരിഫ് ഓസ്ട്രേലിയൻ ആണ്, മൈക്കൽ ഓസ്ട്രേലിയൻ ആണ്. ഇവിടെ ബിൽ അല്ലെങ്കിൽ സച്ചിൻ വരാം. നമുക്കൊരു കാര്യം അറിയാം, സച്ചിൻ ഓസ്ട്രേലിയൻ ആണ്. യെസ്, ബിൽ ഇന്ത്യൻ ആണ്. സച്ചിനെ വെച്ച് കഴിഞ്ഞാൽ 3 ഓസ്ട്രേലിയൻസ് അടുത്ത് വരും. അപ്പോൾ അവിടെ ആരെ വെക്കേണ്ടി വരും? ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വെക്കേണ്ടി വരും? ബില്ലിന് വെക്കേണ്ടി വരും. സോ ഇവിടെ ബില്ല് വെക്കാം. ആൻഡ് ഇതെന്താവും? ഇന്ത്യൻ ആവും. ഓക്കെ, എന്നിട്ട് അപ്പർ സൈഡിൽ എന്താവും? സച്ചിൻ. ദാറ്റ് വുഡ് ബി ഓസ്ട്രേലിയൻ. ഓക്കെ, സോ ആ കണ്ടീഷനും ഫുൾഫിൽ ആവും. ഒരിടത്തും 3 ഓസ്ട്രേലിയൻസ് എന്ത് വരുന്നില്ല? അടുത്തടുത്ത് വരില്ല. ഓക്കെ, ജസ്റ്റ് ടസ്കിൻ എന്താണ് നമുക്കുള്ളത്? ടസ്കിൻ ഓസ്ട്രേലിയൻ ആണ്. യാ, സോ രാഹുൽ ഇന്ത്യൻ ആയി. ഇനി അടുത്ത പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നേരത്തെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ, എന്താണ്? 2 ഇന്ത്യൻസ് ആൻഡ് 2 ഓസ്ട്രേലിയൻസ് ആർ ഫേസിംഗ് ദ സെന്റർ. അപ്പോൾ ഏതൊക്കെ ഇന്ത്യൻസ് ഓസ്ട്രേലിയൻസ് ഫേസിംഗ് സെന്റർ നോക്കാം. ഇന്ത്യൻ ബില്ല് ഒന്ന് ഫേസിംഗ് സെന്റർ ആണ്. അതുപോലെ രാഹുൽ എന്നുള്ള ഇന്ത്യൻ ഫേസിംഗ് ദ സെന്റർ ആണ്. അപ്പോൾ ബാക്കിയെല്ലാ ഇന്ത്യൻസ് എങ്ങോട്ടായിരിക്കും? ഫേസിംഗ് ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പോൾ നേഥൻ ഫേസിംഗ് ഔട്ട്സൈഡ് ആയിരിക്കും. അതുപോലെ അടുത്ത ഇന്ത്യൻ ഏതാണ്? ജേസൺ. ജേസനും ഔട്ട്സൈഡ് ആയിരിക്കും. ഇനി ഓസ്ട്രേലിയൻസ് ഇൻസൈഡ് ആരൊക്കെയാണ്? ഓസ്ട്രേലിയൻ സച്ചിൻ ഇൻസൈഡ് ആണ്. അതുപോലെ വേറെ ആരാണ്? യാ, ഈ ബാക്കി 2 ഓസ്ട്രേലിയൻ ഔട്ട്സൈഡ് ആണ്, ടസ്കിനും മൈക്കലും. അപ്പോൾ അടുത്ത ഇൻസൈഡ് ഡെഫിനറ്റ്ലി ആരിഫ് ആയിരിക്കും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ 2 ഓസ്ട്രേലിയൻ 2 ഇന്ത്യൻസും ഇൻസൈഡ് ആണ്. ബാക്കി എല്ലാം നമ്മൾ അറേഞ്ച്മെന്റ് വരച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് പസിൽ ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഡിഫിക്കൽട്ടി ഉള്ള പസിലൊന്നും അല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം കയറി ഇൻസൈഡ് ഔട്ട്സൈഡ് ആണോ ഉറപ്പില്ലാത്ത സാധനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ പസിൽ ക്യാൻസർ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? രാഹുൽ ഇൻസൈഡ് ഫേസിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്തുള്ള ഇൻഫർമേഷൻസ് ആണ് പ്ലേസ് ചെയ്ത് പോയത്. പിന്നെ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഓരോ എലിമെന്റ്സിനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഇന്ത്യൻ ആണോ ഓസ്ട്രേലിയൻ ആണോ എഴുതി പോകുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം ലാസ്റ്റ് നമ്മുടെ മെയിൻ കീ കാര്യങ്ങൾ തന്നെയാണ് 2 ഓസ്ട്രേലിയൻസ് 2 ഇന്ത്യൻസ് ഫേസിംഗ് ഇൻസൈഡ് ആണ്. അതിനെ ബേസ് ചെയ്താണ് നമുക്ക് ബാക്കി എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഈ പസിൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ആൻഡ് മൂവ് വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് പസിൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ. യാ, സോ അഗൈൻ പോസ് യുവർ വീഡിയോ, ക്വസ്റ്റ്യൻ നോക്ക്, തനിയെ ഒന്ന് ചെയ്യാൻ നോക്ക്, ആൻഡ് ദെൻ സീ ദ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഞാൻ ഡയറക്റ്റ് എക്സ്പ്ലനേഷനിൽ മൂവ് ചെയ്യാം. യാ, എന്തായാലും മഞ്ഞ വെച്ച് ചെയ്യാം. ഇതിൽ പറയുന്നത് ഗത്തി, കലി, ഗത്തി, ഫിസ, പരി, ആവനി, നേഹ, ദിയ ആൻഡ് തേജി ആർ 8 ഫ്രണ്ട്സ്. ഓൾ ഓഫ് ഹാവ് ഡിഫറെന്റ് ഹൈറ്റ്സ്. ഇവർക്കെല്ലാം ഡിഫറെന്റ് ഹൈറ്റ്സ് ആണ്. They are standing in 2 rows of 4 girls each, with 4 facing the north and 4 facing south. So basically, ഇതാ ഈ താഴോട്ട് ഇവർ സൗത്ത് ഫേസിംഗ് ആണ്, ഇതെല്ലാം എന്താണ് 4 പേര് നോർത്ത് ഫേസിംഗ് ആണ്. Is it clear? ഇനി തേജി is shorter than കലി. തേജി is shorter than കലി. അപ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ ഇവിടെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. സോ ഐ മേക്ക് എ നോട്ട് ഹിയർ. തേജി എന്താണ്? കലിയേക്കാളും ഷോർട്ടർ ആണ്. തേജി കലിയേക്കാളും ഷോർട്ടർ ആണ്. ഓക്കെ, now let's see another information. അടുത്ത പറയുന്നത് the tallest girl among the 8 is neither standing at any of the ends nor facing north. tallest girl എന്താണ്? നോർത്ത് ഫേസിംഗ് അല്ല, എന്ന് വെച്ചാൽ ഈ താഴത്തെ റോൾ എന്തായാലും അല്ല. ഓക്കെ, tallest girl താഴത്തെ റോൾ അല്ല. എന്നിട്ട് അവള് 2 കോർണേഴ്സിൽ നിൽക്കില്ല. അപ്പൊ മുകളിലത്തെ റോൾ ആണെങ്കിൽ പോലും ടോളസ്റ്റ് ഗേൾ എവിടെ വരില്ല? ടോളസ്റ്റ് ഗേൾ ഇവിടെ വരില്ല. അതുപോലെ അങ്ങേറ്റവും ടോളസ്റ്റ് ഗേൾ വരില്ല. ഈ നെഗറ്റീവ് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് വരച്ചു പോകണം. ഓക്കെ, അപ്പൊ ടോളസ്റ്റ് ഗേൾ എന്ന് പറയുന്നത് എവിടെ വരാം? ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ഈ 2 പൊസിഷൻ മാത്രമേ ടോളസ്റ്റ് ഗേളിന് പറ്റുള്ളൂ. സോ അത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ടോളസ്റ്റ് ഗേൾ ഇവിടെ വരും, അതുപോലെ ഇവിടെയും വേണമെങ്കിൽ ടോളസ്റ്റ് ഗേൾ വരാം. ഈ 2 പൊസിഷനാണ് ടോളസ്റ്റ് ഗേളിന് ആ കൂടി സാധ്യതയുള്ളത്. അപ്പൊ അടുത്ത് പറയുന്നത് ആവനി is shorter than ഗത്തി and is facing south. ആവനി എന്താണ്? ഗത്തിയേക്കാളും ഷോർട്ടർ ആണ്. സോ ഇത് നമുക്ക് ഒരിടത്തും പ്ലേസ് ചെയ്യാൻ പറ്റണില്ല. ഗത്തിയേക്കാളും ഷോർട്ടർ ആണ് ആവനി. എന്നിട്ട് ആവനി എങ്ങോട്ടാണ് ഫേസ് ചെയ്യണത്? ഫേസിങ് സൗത്ത്. ഓക്കെ, സോ ആ സൗത്ത് ഫേസിംഗ് ആണ് ആവനി. അത് ക്ലിയർ ആണോ എന്ന് വെച്ചാൽ ആവനി ഈ മുകളിലത്തെ റോല് തന്നെ എവിടെയെങ്കിലും വരും. അടുത്ത്
Pari is the shortest among the 8 girls and is standing directly opposite Neha, who is facing south. Pari എന്താണ്? Pari shortest ആണ് ഉള്ളതിൽ. എന്നിട്ട് എന്താണ് ചെയ്യണേ? ഫേസിങ് ഹൂ? ഫേസിങ് നേഹ, ഹു ഇസ് ഫേസിങ് സൗത്ത്. അപ്പോൾ നേഹയാണ് ഫേസ് ചെയ്യണേ. എന്നിട്ട് നേഹ എങ്ങോട്ടാണ് ഫേസ് ചെയ്യണത്? സൗത്ത്. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം ആവനിയും സൗത്ത് ഫേസിംഗ് ആണ്, നേഹയും സൗത്ത് ഫേസിംഗ് ആണ്. ഇവർ രണ്ടുപേരും മുകളിലത്തെ റോല് തന്നെ വരും. ഓക്കെ, സോ മുകളിലത്തെ റോല് നമ്മൾ വേണമെങ്കിൽ എഴുതി വെക്കാം. ആവനി ഇവിടെ വരും മുകളിലത്തെ റോല്, അതുപോലെ നേഹയും ഈ മുകളിലത്തെ റോല് തന്നെ ആയിരിക്കും വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? കാരണം മുകളിലത്തെ റോള് എല്ലാം സൗത്ത് ഫേസിംഗ് ആണ്. ഇനി ദിയ ഈസ് ടോളർ ദാൻ ഫിസ ബട്ട് ഷോർട്ടർ ദാൻ തേജി. ദിയ എന്താണ്? ഫിസയെക്കാളും ടോളർ ആണ്, പക്ഷെ തേജിയെക്കാളും ഷോർട്ടർ ആണ്. ഇവിടെ വേണമെങ്കിൽ ഇതിനിടയിൽ കയറ്റി വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ദിയ ഈസ് ടോളർ ദാൻ ഫിസ. ദിയ ഫിസയെക്കാളും ടോളർ ആണ്. ആൻഡ് ദിയ തന്നെ എന്താണ്? ഷോർട്ടർ ദാൻ തേജി. ഓക്കെ, സോ തേജിയുടെ താഴെ. സോ ദിയ ഈസ് ടോളർ ദാൻ ഫിസ ആൻഡ് ഷോർട്ടർ ദാൻ തേജി. ഇസ് ദാറ്റ് ക്ലിയർ? ആ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. അടുത്ത്, കലി ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ടു ദ റൈറ്റ് ഓഫ് ദിയ. ദിയയുടെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് കലി. ഓക്കെ, സോ ദിയ ഇവിടെ വെച്ചെന്ന് വിചാരിച്ചോ. ദിയയുടെ സെക്കൻഡ് ടു ദ റൈറ്റ്. സപ്പോസ് ഇത് ഞാൻ നോർത്ത് ഫേസിംഗ് ആണ് എപ്പോഴും അസ്യൂം ചെയ്ത് പോകുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. സെക്കൻഡ് ടു ദ റൈറ്റ്, ദാറ്റ് ഇസ് കലി. ഓക്കെ, സോ ദിയ നമുക്ക് താഴത്തെ റോളാണെങ്കിൽ ഇങ്ങനെ, മുകളിലത്തെ റോളാണെങ്കിൽ വിൽ സി. അടുത്ത് പറയുന്നത്, നേഹ ഈസ് ഷോർട്ടർ ദാൻ ഓൺലി 2 ഗേൾസ് ആവ്നി ആൻഡ് ഗതി. നേഹ എന്താണ്? രണ്ടുപേരെക്കാളും മാത്രം ഷോർട്ടർ ആണ്. ഈ രണ്ടുപേരെക്കാളും മാത്രമാണ് ഷോർട്ടർ. ആരെക്കാളും? ആവ്നി സൗത്ത് ഫേസിംഗ് ആണ്. ഓക്കെ, ആവ്നിയും ഗത്തിനേക്കാളും ആണ് ഷോർട്ടർ നേഹ. സോ നേഹ എത്രാമത്തെ പൊസിഷനിലാണ്? മൂന്നാമത്തെ അല്ലേ? അവളെ രണ്ടുപേരെക്കാളും മാത്രം ഷോർട്ടർ ആണ്. അപ്പോൾ ആദ്യത്തേത് ഗതി, രണ്ടാമത്തെ ആൾ. കാരണം ഗതിയെക്കാളും ചെറുതാണ് ആവ്നി, ആവ്നിയെക്കാളും ഇവർ രണ്ടുപേരെക്കാളും ചെറുതാണ്, ഇവർ രണ്ടുപേരെക്കാളും മാത്രം ചെറുതാണ് നേഹ. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിരിക്കും, ഇത് സെക്കൻഡ് ആയിരിക്കും. ടോളസ്റ്റ്, സെക്കൻഡ് ടോളസ്റ്റ് ആൻഡ് തേർഡ്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാലോ, ടോളസ്റ്റ് പൊസിഷനിലുള്ള ആൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുമെന്ന്. യെസ്, സോ ആ രണ്ട് പൊസിഷനിൽ എവിടെയെങ്കിലും ഗതി വരും. ഗതി ഇവിടെ അല്ലെങ്കിൽ ഗതി ഇവിടെ വരും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഗതിയും ബേസിക്കലി എന്താണ്? സൗത്ത് ഫേസിംഗിൽ തന്നെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പേര് സൗത്ത് ഫേസിംഗ് ആരെന്നൊക്കെ അറിയാം. ആവ്നി അറിയാം, ഗതി അറിയാം, നേഹ അറിയാം. സോ ഗതിയും സൗത്ത് ഫേസിംഗ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അടുത്ത്, തേജി ഈസ് സ്റ്റാൻഡിങ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഫിസ, ഹു ഇസ് ഫേസിംഗ് സൗത്ത്. തേജി എന്താണ്? ഫിസയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ നോട്ട് ഹിയർ. തേജി ഈസ് സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് ടു ഫിസ, ഹു ഇസ് ഫേസിംഗ് സൗത്ത്. ഓക്കെ, സോ ഫിസ സൗത്ത് ഫേസിംഗ്, അതിന്റെ ഓപ്പോസിറ്റ് ആരാണ്? തേജി. നൗ സീ, നാലാമത്തെ സൗത്ത് ഫേസിംഗ് ആള് ഫിസ കിട്ടിയില്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, നേഹ, ആവ്നി, ഗതി, ഫിസ ഇവർ മാത്രമാണ് നോർത്തിലുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? സൗത്ത് ഫേസിംഗിലുള്ളവരാണ്. ശരി, ഇവർ 4 പേരാണ് സൗത്ത് ഫേസിംഗ്, ബാക്കി എല്ലാവരും നോർത്ത് ഫേസിംഗ് ആണ്. എന്താ വെച്ചാൽ തേജി ആയാലും ബാക്കി എല്ലാവരും നോർത്ത് ഫേസിംഗ് ആണ്. ഇനി ദിയ ഈസ് സ്റ്റാൻഡിങ് അറ്റ് തേർഡ് പൊസിഷൻ ടു ദ ലെഫ്റ്റ് ഓഫ് പരി. പരിയുടെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ദിയ. ഓക്കെ, സോ ലെറ്റ്സ് സേ പരി, എന്നിട്ട് അതിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ദിയ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നമ്മൾ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദിയയും പരിയും ഏത് റോലായിരിക്കും? ഫസ്റ്റ് സൗത്ത് ഫേസിംഗ് റോലായിരിക്കും, നോർത്ത് ഫേസിംഗ് റോലായിരിക്കും? ഒബ്വിയസ്ലി നോർത്ത് ഫേസിംഗ് റോ. കാരണം എന്ന് വെച്ചാൽ ഇവർ 4 പേരും ഓൾറെഡി എന്താണ്? സൗത്ത് ഫേസിംഗ് വേണ്ടി ഫിക്സ് ആയി. ആവ്നി, നേഹ, ഗതി, ഫിസ. അവിടെ ദിയയും പരി ഇല്ല. ഓക്കെ, അപ്പൊ ഇപ്പം പറഞ്ഞ ഇൻഫർമേഷൻ നോക്കുക. പരിയുടെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് എന്ത്? ദിയ. പരിയുടെ തേർഡ് ടു ദ ലെഫ്റ്റ് ദിയ വെക്കണമെങ്കിൽ പരി എവിടെ വെക്കണം? പരി ഇവിടെ വെച്ചാലല്ലേ പറ്റുള്ളൂ. പരി ഇവിടെ വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ദിയ. വേറെ എവിടെ വെച്ചാലും ദിയക്ക് ഇവിടെ വെക്കാൻ സ്ഥലം കിട്ടില്ല. യെസ്, സോ ഡെഫിനറ്റ്ലി പരി എന്താവും? ഇവിടെ വരും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇവിടെ എന്താവും? ദിയ ആവും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ അടുത്ത് ഇവിടെ തന്നെ എഴുതിക്കുന്നത് നോക്ക്. ഇവിടെ ദിയയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് ആരാണ്? കലിയാണ്. ദിയയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് കാലിയാണ്. സോ ദിയയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, ദിസ് ഇസ് കാലി. ഓക്കെ, ആവി ക്ലിയർ? ഇനി നോക്ക്, നമുക്ക് മുകളിലത്തെ 4 റോൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. ആവ്നി, നേഹ, ഗതി, ഫിസ. ഇവിടെ ദിയ, കാലി, പരിയായി. ഇനി ആരാണ് ഇനി സൗത്ത് ഫേസിംഗ് ഈ താഴത്തെ റോൽ വരേണ്ടത്? തേജി മാത്രം കൂടെ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും നോർത്തിലുള്ളതാണ്. സോ തേജി വിൽ കം ഹിയർ. തേജി ഇവിടെ വരും. ഇനി ഇവരെ കുറിച്ച് കണക്റ്റിംഗ് ഇൻഫർമേഷൻ നോക്കാം. ഓക്കെ, സോ തേജിയെ കുറിച്ച് തേജിയുടെ നേരെ ഓപ്പോസിറ്റിലാണ് ഫിസ. തേജിയുടെ നേരെ ഓപ്പോസിറ്റ് ഫിസ വരും. തേജി ഇവിടെ ആണെങ്കിൽ ഫിസ ഇവിടെ വരും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഗതി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരണമായിരുന്നു.
ഇവിടെ ഫിസ വന്ന സ്ഥിതിക്ക് ഗതിയെ നമുക്ക് ഫിക്സ് ചെയ്യാമല്ലോ. ഗതി ഉറപ്പായിട്ടും ഇവിടെ വരും. ഓക്കെ, ഇനി വേറെ ഒരാളും കൂടെ നമുക്ക് ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. പരിയുടെ ഓപ്പോസിറ്റ് നേഹ. പരി ഇവിടെ ഉണ്ട്. പരിയുടെ ഓപ്പോസിറ്റ് എന്താവും? നേഹ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഇനി ആ കൂടെയുള്ള പേഴ്സൺ ആരാണുള്ള? ആവണി. യെസ്. സോ നമ്മള് ഈ പസലില് നമുക്ക് ഇതായിരുന്നു ബ്രേക്കിംഗ് പോയിന്റ്. ആരൊക്കെ സൗത്തിൽ ഇരിക്കുന്നു അത് ഐഡന്റിഫൈ ചെയ്തു. നോർത്തിൽ ആരിയിരിക്കുന്നു മനസ്സിലായി. പരിയുടെ തേർഡ് ടു റൈറ്റ് ദിയ, അതിനെ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം കണക്ട് ആയി. ഓക്കെ, ആദ്യം കുറെ നോട്ട്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വിട്ടപ്പോഴും പിന്നെ നമുക്ക് പസിലോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? സോ ഇതുപോലെ ചില ക്വസ്റ്റൻസ് ഉണ്ടാവും. ആദ്യമേ എല്ലാം ഡെഫിനറ്റ് ഇൻഫർമേഷൻ കിട്ടില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ആ നോട്ട്സ് എഴുതി പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഹാവ് പേഷ്യൻസ്. അനാവശ്യമായിട്ട് പോസിബിലിറ്റീസ് ആദ്യമേ വരുന്നുണ്ടെങ്കിൽ അത് വരയ്ക്കരുത്. നോട്ടായിട്ട് ഉണ്ടാക്കുക. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക. ആൻഡ് ദെൻ സി if you can connect the information, and definitely if you do that you will get the answer quickly. അതല്ല വെറുതെ ആദ്യമേ രണ്ട് പോസിബിലിറ്റി പിന്നെ അതിനെ കണക്ട് ചെയ്ത് വേറെ പോസിബിലിറ്റി, ഇങ്ങനെ പോസിബിലിറ്റി വരച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. പോസിബിലിറ്റി മാക്സിമം മിനിമൈസ് ചെയ്യാൻ നോക്കുക. നിവർത്തിയില്ലാത്തപ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ഡ്രോ ദ പോസിബിലിറ്റി. അതിൽ വേറെ ഇതൊന്നുമില്ല. ബട്ട് ട്രൈ ടു കീപ് ഇറ്റ് അറ്റ് ദ മിനിമം. ഓക്കെ, so I hope you're clear with these two puzzles today. Thank you all of you. Have a great day. Please make sure video maximum share ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ നോക്കുക. ആൻഡ് എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൊന്ന് അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതും അറിയിക്കുക. ബിക്കോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. സോ താങ്ക് യു all of you. Have a great day. Bye bye.